ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി. ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി. അഷ്ടമസർഗം പഞ്ചമഹായജ്ഞം. ആഗർഭഗ ശിശോരന്ധ്യ ശയ്യാശയജനാദ്ഗൃഹീ ജനസ്യോച്ഛാവചസ്യാപി സേവനെ നിരതോ ഭവേത്. ആഗർഭക ശിശോഹോ, ഗർഭത്തിലുള്ള ശിശു മുതല് അന്ത്യശയ്യാശയ ജനാത്, മരണശയ്യയിൽ കിടക്കുന്ന ആൾ വരെയുള്ള. ഇപ്പോൾ ആ സബ്ജക്റ്റിൽ നിന്ന് മാറി അടുത്ത സബ്ജക്റ്റിലേക്ക് വരികയാണ്. ഗൃഹസ്ഥാശ്രമിയുടെ ഇതുവരെ പറഞ്ഞത് ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഭാര്യയുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഗർഭിണിയായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിന് ശേഷം ഇനി ഗൃഹസ്ഥാശ്രമിയുടെ അടുത്ത ഒരു തലത്തിലേക്ക് വരികയാണ്. ഗർഭത്തിലുള്ള ശിശു മുതൽ മരണശയ്യയിൽ കിടക്കുന്ന ആൾ വരെയുള്ള ഉച്ഛാവചസ്യ ജനഃ, പലതരത്തിലുള്ള ആളുകളുടെ അഭിസേവനെ, സേവനത്തിൽ, ഗൃഹി ഗൃഹസ്ഥാശ്രമി നിരതഃ ഭവേത്, തൽപരനായി ഭവിക്കണം. ഗൃഹസ്ഥാശ്രമി എന്നാൽ സ്വന്തം ജീവിതവും സ്വന്തം കാര്യവും മാത്രം നോക്കുന്നവനാകാൻ പാടില്ല. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്ന് 4 ആശ്രമങ്ങളിൽ ഗുരു 3 ആശ്രമങ്ങളെ ഉൾക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞെങ്കിലും 4 ആശ്രമങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. ഈ 4 ആശ്രമങ്ങളിൽ ഗൃഹസ്ഥാശ്രമിയാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തി. പ്രത്യേകിച്ചും അവന് ബാഹ്യ ജീവിതത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും നല്ല ബോധം ഉണ്ടായിരിക്കണം. സാമൂഹിക ജീവിതം അവൻ കാണാതെ പോകരുത്. ഗുരുദേവൻ കാണാതിരുന്നിട്ടില്ല സാമൂഹിക ജീവിതം. ജ്ഞാനിയായിരുന്നിട്ടും ഏതെങ്കിലും ഗുഹയിലോ മലയിലോ പോയിട്ട് മറഞ്ഞിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി വന്നു സാമാന്യ ജനങ്ങൾ ജീവിക്കുന്ന ജീവിത രംഗത്തിലേക്ക് കടന്നു വന്ന് അവരുടെ ദുഃഖങ്ങൾ ശമിപ്പിക്കാനായിട്ട് ഗുരു നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഗൃഹസ്ഥാശ്രമിയും അങ്ങനെ ഒരു കുഞ്ഞ്, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞു മുതൽ വാർദ്ധക്യകാലത്ത് ശയ്യാവലംബിയായിരിക്കുന്ന ഒരു വ്യക്തി വരെയുള്ള എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുകയും ചെയ്യണം. അതിൽ നിരതനായിരിക്കണം, തൽപരനായിരിക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനാകാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ എല്ലാവരുടെയും സേവനത്തിൽ തൽപരരായിരിക്കണം ഗൃഹസ്ഥാശ്രമി എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഈ സേവനം ചെയ്യുന്നതിലൂടെ എന്താണ് പ്രയോജനം? വേറൊരാളുടെ ദുഃഖം ശമിപ്പിക്കുന്നതിൽ, വിഷമതകൾ മാറ്റുന്നതിൽ, ജീവിതഭാരം ലഘൂകരിക്കുന്നതിൽ നമ്മൾ ചെയ്യുന്ന ആ സേവനം അത് ഏത് തരത്തിലാണ് നമുക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നത്? ഒന്ന്, നിങ്ങൾ സേവനം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈശ്വരൻ്റെ ഒരു നിയുക്ത കൽപ്പന നിങ്ങൾ അനുസരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമല്ല, മറ്റുള്ളവരുടെ ദുഃഖശമനത്തിനു കൂടി ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ള അറിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. അതിലൂടെ നിങ്ങളുടെ ആന്തരികതയിൽ ഒരു സമ്പത്ത് വന്ന് നിറയുന്നുണ്ട്. അതിനെ പുണ്യം എന്നാണ് പറയുക. പുണ്യം എന്ന് പറഞ്ഞാൽ സന്തോഷത്തെ നൽകുന്ന സംസ്കാരത്തിൻ്റെ പേരാണ് പുണ്യം. ദുഃഖത്തെ സമ്മാനിക്കുന്ന സംസ്കാരത്തിൻ്റെ പേരാണ് പാപം. അപ്പം നമ്മളുടെ അകത്തിരിക്കുന്ന പാപസംസ്കാരം ആണ് നമ്മളെ ദുഃഖിതനാക്കുന്നത്. നമ്മളുടെ അകത്തിരിക്കുന്ന പുണ്യസംസ്കാരമാണ് നമ്മളെ സന്തുഷ്ടനായിരിക്കാൻ അനുവദിക്കുന്നത്. അപ്പോൾ പുണ്യസംസ്കാരം ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല നമുക്ക്. അത് പൂർവജന്മ ആർജിതങ്ങളാണ്. കഴിഞ്ഞ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ആർജിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പുണ്യവും പാപവും ഒക്കെ. നാം അമിതമായിട്ട് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ സ്വയം വേദനിക്കുകയോ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് അതിലൂടെ ആർജിച്ച പാപസംസ്കാരം നമ്മളിലുണ്ട്. അത് കഴുകിക്കളയണമെങ്കിൽ എന്ത് വേണം? സേവ ചെയ്യണം. ദുഃഖിതരായവർക്ക് അവരുടെ ദുഃഖം കുറയ്ക്കാനായിട്ട് നമ്മളുടെ കർമ്മത്തെയും സേവനത്തെയും ഉപയോഗപ്പെടുത്തണം. അതാണ് ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. ഒരു മരുന്നാണത്, ഒരു ഔഷധമാണത്. നമ്മളാൽ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എത്രത്തോളം കഴിയുമെന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയുടെ ഈശ്വരാർപ്പണ മനോഭാവം തന്നെയാണ്. ഇപ്പോൾ ഗാന്ധിജി ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? അതിന് അർപ്പണമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അർപ്പണത്തിൽ നിന്നാണ് കർമ്മത്തിന് വ്യാപ്തി വരുന്നത്, സേവനത്തിന് വ്യാപ്തി വരുന്നത്. അപ്പം അത് നമ്മൾ ആർജിച്ചെടുക്കണം. മറ്റുള്ളവരും നമ്മളുടെ ആത്മാവിൻ്റെ ഭാഗമാണെന്നുള്ള അറിവ് ആദ്യം ഉണ്ടാക്കണം. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം. അങ്ങനെ ഓർക്കണം നമ്മൾ. ഈ ഓർമ്മ അതാണ് ഗുരു നമ്മെ പഠിപ്പിച്ചു തരുന്നത്. 210 സമുദായസ്യ രാഷ്ട്രസ്യ ധർമ്മസ്യാർത്ഥസ്യ വാകൃതേ കൃതിന പ്രയതന്തേ തേ ഗൃഹിണോ മതിശാലിനഃ. മതിശാലിനഃ കൃതിനഃ, ബുദ്ധിശാലികളും സത്തുക്കളുമായ തേ ഗൃഹിണഃ, ആ ഗൃഹസ്ഥാശ്രമികൾ, സമുദായസ്യ രാഷ്ട്രസ്യ, സമൂഹത്തിനും രാഷ്ട്രത്തിനും, ധർമ്മസ്യ അർത്ഥസ്യ, ധർമ്മത്തിനും അർത്ഥത്തിനും വേണ്ടി കൃതേ പ്രയതന്തേ, പ്രയത്നിക്കുന്നു. അതായത് ഗൃഹസ്ഥാശ്രമികൾ നല്ലവരായിട്ടുള്ള, കൃതിനഹ എന്ന് വെച്ചാൽ സത്കൃതിനഹ, നല്ലവരായിട്ടുള്ള ഗൃഹസ്ഥാശ്രമികൾ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല നാം നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. അവര് ബുദ്ധിശാലികളാണ്. സത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് സദ്ബുദ്ധി ഉള്ളത് കൊണ്ട് അവർ പറയുന്നു സമൂഹത്തിനും രാഷ്ട്രത്തിനും ധർമ്മത്തിനും അർത്ഥത്തിനും വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അർത്ഥം എന്തിനു വേണ്ടിയിട്ടാണ്? അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്തിന് വേണ്ടി പ്രയത്നിക്കണം, ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം, സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കണം. നല്ല ഗൃഹസ്ഥാശ്രമി അങ്ങനെ ചെയ്യും. അപ്പം അങ്ങനെ പ്രയത്നിക്കാൻ കഴിയുന്നവനാണ് നല്ല ഗൃഹസ്ഥാശ്രമി. നമ്മളെ പോലെയുള്ള ആളുകൾ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു വീട് തന്നെയാണ്. ഒരു സംസ്കാരത്തെ കേടുകൂടാതെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു വീട്, ആ വീട്ടിൽ തന്നെ ഒരു സംസ്കാരത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന പോലെ ഒരു രാഷ്ട്രം അതിൻ്റെ ഒരു ഭാവനയെ, സദ്ഭാവനയെ നിലനിർത്തി കൊണ്ടുപോകുന്നു. അതിൽ ഗൃഹസ്ഥന്മാർ പങ്കാളികളായിരിക്കണം. ഗൃഹസ്ഥാശ്രമികൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യണം. അത് നിർദോഷമായ രീതിയിൽ ചെയ്യണം, നിഷ്കാമമായ രീതിയിൽ ചെയ്യണം. അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു പ്രതീക്ഷ ഉണ്ടാകും, അതിലൊരു ആഗ്രഹം ഉണ്ടാകും. ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ വെട്ടിലാഴ്ത്തുന്നത്. ആഗ്രഹങ്ങളോടുകൂടി എന്തെങ്കിലും ചെയ്താൽ ആഗ്രഹിച്ച ഫലം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ നിരാശരായിട്ട് തീരും, ദുഃഖിതരായിട്ട് തീരും. അതുകൊണ്ട് വീണ്ടും ജനസേവനം ചെയ്യാനോ സമുദായ സേവനം ചെയ്യാനോ രാഷ്ട്രസേവനം ചെയ്യാനോ നമുക്ക് തോന്നുകയില്ല. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വന്നതുകൊണ്ട് അതൊരാഘാതമായി നമ്മളെ വേദനിപ്പിക്കും. അതുകൊണ്ട് ഒന്നും ആഗ്രഹിക്കാതെ നാം ഈശ്വരസേവ എന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് ലോകത്തിനെയും സന്തോഷിപ്പിക്കണം, നാം സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമുദായസ്യ രാഷ്ട്രസ്യ ധർമ്മസ്യ അർത്ഥസ്യ വാകൃതേ കൃതിന പ്രയതന്തേ തേ ഗൃഹിണോ മതിശാലിനഃ. ബ്രഹ്മചര്യം ച സംന്യാസഃ
ശ്രദ്ധാവത് പര്യവേഷണേ ഗൃഹസ്ഥസ്യാവതിഷ്ഠേതേ ഭൂയ ശ്രേയസ്കരാവുഭൗ. ഗൃഹസ്ഥാശ്രമിക്ക് ശ്രദ്ധാവത് പരിവേഷണേ വിശ്വാസത്തോടുകൂടിയ പരിവേഷണത്തില് പരിപാലനത്തില് ബ്രഹ്മചര്യം സന്യാസം ബ്രഹ്മചര്യവും സന്യാസവും ച ഉഭൗ രണ്ടും ഭൂയഃ വീണ്ടും ശ്രേയസ്കരങ്ങളായി അവതിഷ്ഠേതേ നിലകൊള്ളുന്നു. അതായത് ഒരു ഗൃഹസ്ഥാശ്രമി ഭക്തിപൂർവം വിശ്വാസപൂർവം പരിപാലിക്കപ്പെടേണ്ട രണ്ട് ആശ്രമങ്ങളാണ് ബ്രഹ്മചര്യവും സന്യാസവും. കാരണം ബ്രഹ്മചാരിക്ക് സന്യാസിക്കും അർത്ഥം ആർജിക്കുന്നതിനായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഉപായം ഭാരതീയ ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടില്ല. സന്യാസി സമ്പത്ത് ആർജിക്കണമെന്നും ബ്രഹ്മചാരി സമ്പത്ത് ആർജിക്കണമെന്നും പറയാതിരിക്കാൻ കാരണം ഒരു സന്യാസിയോ അല്ലെങ്കിൽ ബ്രഹ്മചാരിയോ സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ധർമ്മ ലോപം ഉണ്ടാകും. മാത്രമല്ല ഗൃഹസ്ഥന്റെ ധർമ്മം നിർവഹിക്കാൻ ഗൃഹസ്ഥന് കഴിയാതെ പോവുകയും ചെയ്യും. ഒരാൾ ഗൃഹസ്ഥനായിട്ട് തീരുന്നത് അയാളിൽ കാമം ഇരിക്കുന്നത് കൊണ്ടാണ്, പുത്രകാമം ഇരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ലോകേഷണയും പുത്രേഷണയും ദാരേഷണയും ഇരിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമി തൻ്റെ ആന്തരികതയെ ശുദ്ധീകരിക്കാനായിട്ട് ഗാർഹസ്ഥ്യധർമ്മം സ്വീകരിക്കുമ്പോൾ അവരുടെ ആന്തരികതയിൽ കെട്ടിക്കിടക്കുന്ന ഈ വാസനയെ ലഘൂകരിക്കുവാനും വിമലീകരിക്കുവാനും കർമ്മങ്ങളെ നിഷ്കാമമായി ചെയ്യുന്നതിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ സന്യാസാശ്രമത്തിനും ബ്രഹ്മചര്യാശ്രമത്തിനും സേവനം ചെയ്യുന്നതിലൂടെ ഗൃഹസ്ഥാശ്രമികളുടെ ഗാർഹസ്ഥ്യ മേഖലയിൽ കെട്ടിക്കിടക്കുന്ന പൂർവകർമ്മവാസനകൾ പ്രാരബ്ധ കർമ്മവാസനകളെ ലഘൂകരിക്കാൻ അവർക്ക് കഴിയും. അവരുടെ പാപസംസ്കാരങ്ങളെ ലഘൂകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബ്രഹ്മചര്യ ആശ്രമത്തിന് വേണ്ടുന്ന അർത്ഥവും സമ്പത്തുമെല്ലാം ഈ ഗൃഹസ്ഥാശ്രമി ത്യാഗരൂപത്തിൽ അവർക്ക് കൊടുക്കണം. ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? അവർ ആർജിച്ചത് അവർക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് തൻ്റേതെന്ന ഭാവം വിട്ടിട്ട് അത് എല്ലാവരുടേതെന്ന ഭാവത്തിൽ അറിഞ്ഞിട്ട് അവർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ രണ്ട് ആശ്രമങ്ങൾ ധർമ്മത്തിൻ്റെ രണ്ട് തലക്കൽ നിന്ന് ഗൃഹസ്ഥ ആശ്രമിക്ക് അവരുടെ പാപസംസ്കാരത്തെ പുറന്തള്ളാനുള്ള ഉപായങ്ങളായിട്ട് സഹായിക്കും. അങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമി കർമ്മനിരതരായിരിക്കുകയും എന്ന ബ്രഹ്മചാരി ധ്യാനനിരതമായിരിക്കുകയും പഠനത്തിലും സ്വാധ്യായത്തിലും മുഴുകിയിരിക്കുകയും സന്യാസി മോക്ഷത്തിൽ സ്വാധ്യായത്തിലൂടെ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശ്രമത്തിൽ വ്യാപൃതമായിരിക്കുകയും ചെയ്യുമ്പോൾ ഗൃഹസ്ഥാശ്രമി ലക്ഷ്യബോധമുള്ള ഒരാളായി സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകും. അതിലൂടെ ഈ സമൂഹത്തിന് നല്ല ഒരു ഘടന ഉണ്ടായി വരികയും ഗാർഹസ്ഥ്യധർമ്മം ചാകുന്നത് വരെ ചെയ്യാനുള്ളതല്ല എന്നും ചാകുന്നത് വരെ വെട്ടിപ്പിടിക്കാനുള്ളതല്ല എന്നും ഒക്കെ ഗൃഹസ്ഥാശ്രമിക്ക് അറിയാൻ കഴിയണം. അതിന് ധർമ്മബോധം ഉണ്ടാകണം. ആ ധർമ്മബോധമാണ് ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഗുരു പകർന്നു നൽകുന്നത്. മനുഷ്യന് ധർമ്മബോധം ഉണ്ടാകണം. ബ്രഹ്മചര്യം ച സന്യാസ ശ്രദ്ധാവത് പര്യവേഷണേ ഗൃഹസ്ഥസ്യാവതിഷ്ഠേതേ ഭൂയ ശ്രേയസ്കരാവുഭൗ. രാജാധികാരോ ധർമ്മശ്ച ലോകസംസ്ഥിതിരേവ ച പൗരോ ഗൃഹിണി വർത്തന്തെ സർവാധാര തദോ ഗൃഹീ. രാജാധികാരഃ ധർമ്മഃ രാജാധികാരവും ധർമ്മവും ച ലോകസംസ്ഥിതി ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെയും ഗൃഹിണി പൗരോ വർത്തന്തെ ഗൃഹസ്ഥാശ്രമിയായ പൗരനിൽ വർത്തിക്കുന്നു. തതഃ സർവാധാരക ഗൃഹി സർവാധാര ഗൃഹി
അതുകൊണ്ട് എല്ലാ വിധത്തിനുമായി ആശ്രയമായുള്ളത് ഗൃഹസ്ഥാശ്രമിയാണ്. ഗൃഹസ്ഥാശ്രമിയെ വിളിക്കുന്നത് സർവാധാരം എന്നാണ്. സർവാധാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാറ്റിനും ആധാരം, എല്ലാറ്റിനും താങ്ങായിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമിയാണ്. അത് രാജാധികാരത്തിനും ധർമ്മത്തിനും ലോകസംസ്ഥിതിക്കും ആധാരമായിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമിയാണ്. ബ്രഹ്മചര്യത്തിനും വാനപ്രസ്ഥത്തിനും സന്യാസത്തിനും താങ്ങായിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമിയാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമിക്ക് പറയുന്ന പേരാണ് സർവാധാരം. സർവാധാരനാണവൻ, എല്ലാറ്റിനും ആധാരമായിട്ടുള്ളവനാണ്. ഇവിടെ ഭരണം നടത്തുന്നത്, രാജ്യഭരണം നടത്തുന്നതൊക്കെ സന്യാസിമാരല്ല. ഭരണകാര്യങ്ങളിൽ സന്യാസിമാരല്ല ചെയ്യേണ്ടത്. ഭരണമെല്ലാം രാജാക്കന്മാർ, മന്ത്രിമാർ ഒക്കെ, രജസ്സുള്ളവരാണ് രാജാവ്. രജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജോഗുണം, രജോഗുണമുള്ളവരാണ് ഗൃഹസ്ഥാശ്രമികൾ. എന്തുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നത്? രജോ ഗുണം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ രജോ ഗുണം ഉള്ള ഭരണാധികാരികളെയും ഇവർ സംരക്ഷിക്കണം. ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാരായിരുന്നു, ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാരായി. അപ്പോൾ ഗാർഹസ്ഥ്യധർമ്മമൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്. രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, കുടുംബത്തിൻ്റെ നിലനിൽപ്പ്, സമുദായത്തിൻ്റെ നിലനിൽപ്പ് ഒക്കെ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ് അതെല്ലാം ഉണ്ടായി വന്നിട്ടുള്ളത്. ഗൃഹസ്ഥാശ്രമമില്ലെങ്കിൽ രാഷ്ട്രമില്ല, കുടുംബമില്ല, സമൂഹമില്ല, സമുദായമില്ല. അപ്പോൾ ഗൃഹസ്ഥാശ്രമം എന്നത് ഇവിടെയുള്ള വ്യവസ്ഥയുടെ എല്ലാറ്റിൻ്റെയും ഒരു സർവാധാരമായിട്ട് അറിയണം. സർവത്തിനും ഇരിപ്പിടമായിട്ടുള്ള, നിലനിൽപ്പായിട്ടുള്ള ഒന്നാണ് ഗൃഹസ്ഥാശ്രമം. 213. അതഃ സർവേഷ്വാശ്രമേഷു ഗാർഹസ്ഥ്യം തദനുത്തമം ഇതി സർവേ പ്രശംസന്തി വിദ്വാംസ തത്വദർശിനഃ. അതഃ അതുകൊണ്ട്, തത് ഗാർഹസ്ഥ്യം, ആ ഗാർഹസ്ഥ്യം, സർവേഷു ആശ്രമേഷു എല്ലാ ആശ്രമങ്ങളിലും വെച്ച്, അനുത്തമമിതി ഏറ്റവും ഉത്തമമെന്ന്, തത്വദർശിനഃ തത്വജ്ഞാനികളായ, സർവേ വിദ്വാംസഃ എല്ലാ വിദ്വാൻമാരും, പ്രശംസിക്കുന്നു. അപ്പോൾ അറിവുള്ളവർ പറയുന്നത് എല്ലാ ആശ്രമങ്ങളിലും, 4 ആശ്രമങ്ങൾ, ചതുരാശ്രമങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഗൃഹസ്ഥ ആശ്രമമാണെന്ന് എല്ലാ വിദ്വാൻമാരും ഒരേപോലെ അറിഞ്ഞ് പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗാർഹസ്ഥ്യം ആണ്, ഞാൻ ഒരു ഗൃഹസ്ഥനായി പോയല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കരുത് ഒരിക്കലും. കാരണം ഗാർഹസ്ഥ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരു മോചനത്തിനായിട്ടാണ്. ദുഃഖം എന്തെന്ന് അറിയാൻ കഴിയുന്നത്, ബന്ധനം എന്തെന്ന് അറിയാൻ കഴിയുന്നതും ഗാർഹസ്ഥ്യം സ്വീകരിക്കുമ്പോഴാണ്. എല്ലാം കെട്ടുപാടായിട്ട് നമുക്ക് തോന്നണം. ബന്ധനം എന്തെന്ന് അറിഞ്ഞാൽ മാത്രമാണ് മോചനം എന്തെന്ന് നമുക്ക് അന്വേഷിക്കാൻ കഴിയുള്ളൂ. മോചനത്തെ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ബന്ധനത്തിൻ്റെ യാതന നമ്മൾ തിരിച്ചറിയണം. ഗാർഹസ്ഥ്യ ജീവിതത്തിൽ നമുക്കറിയാം അതൊക്കെ. എന്തിനും ഏതിനും നമുക്ക് പ്രശ്നങ്ങളായിട്ട് തീരും. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും മകനും മകളും മാത്രം ഇന്ന് ജീവിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. അവിടെ ഒരു ഭർത്താവിൻ്റെ അമ്മയോ അച്ഛനോ ഭാര്യയുടെ അമ്മയോ അച്ഛനോ ഒക്കെ വന്ന് താമസിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് എല്ലാവരും കൂട്ടുകുടുംബത്തിൻ്റെ തലത്തിൽ നിന്ന് എണ്ണം കുറഞ്ഞ അണുകുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവസാനം അണുകുടുംബം വിച്ഛേദിച്ച് പരമാണു കുടുംബത്തിലേക്ക്, ഭർത്താവിനൊരു വീട് ഭാര്യയ്ക്ക് വേറൊരു വീട് എന്ന് പറയുന്ന പരമാണു കുടുംബത്തിലേക്ക് വരും. ഇനി മകന് വേറെ വീട്, മകള് വേറെ വീട്. ഇങ്ങനെ ഒരു മുറ്റത്തിന് 4 ചുറ്റും 4 വീടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ആണ് മനുഷ്യ ജീവിതം വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതം സ്വാർത്ഥ സുഖത്തിനാണെന്ന് എല്ലാവരും വിചാരിച്ചു പോകുന്നു. നമ്മുടെ സ്വന്തം സുഖത്തിനാണ് ജീവിതം എന്ന് ഓരോരുത്തരും ധരിക്കുമ്പോൾ വേറെ ഒരാളുടെ സുഖം പരിഗണിക്കാൻ കഴിയാതെ പോകുന്നു. അത്
ത്യാഗത്തിൻ്റെ അഭാവമാണ് അവിടെ അത് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിയിലെ ത്യാഗത്തിൻ്റെ അഭാവമാണ് വേറൊരു വ്യക്തിയുടെ സുഖത്തെ പരിഗണിക്കാൻ കഴിയാതിരിക്കുന്നത്. പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാധിയിൽ വീണ് എരിഞ്ഞിടുന്നു. വേറൊരാൾക്ക് ദുഃഖം നൽകുന്ന ഒരാള്, അയാളും ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ വീഴും. നരകം എന്നാണ് അതിനെ പറയുന്നത് ഗുരു. എരിനരകാധി, കത്തിയെരിയുന്ന തീക്കുണ്ടം. നരകം എന്ന് പറയുന്നതിൻ്റെ ഭാവന അങ്ങനെയാണ്. കത്തിയെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഴിയിലേക്ക് നമ്മളെ എടുത്തെറിയുന്നു, നരകത്തിലേക്ക്. ആ തീ എവിടെ കത്തുന്നത്? നമ്മുടെ നെഞ്ചിൽ തന്നെയാണ് കത്തുന്നത്. അത് ആ എരിനരകാധിയിൽ വീണ് എരിഞ്ഞിടുന്നു എന്ന് പറയുമ്പോൾ സ്വാർത്ഥതയുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ അന്ധകാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം നിസ്വാർത്ഥനാകാനുള്ള ഒരു വഴിയാണ്, ഒരു ഉപായമാണ്. എന്നാൽ പകരം നമ്മൾ സ്വാർത്ഥതയിലേക്ക് തന്നെ പോകുന്നു. എന്തുകൊണ്ട്? ഈ ചതുരാശ്രമങ്ങളെക്കുറിച്ച് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. ധർമ്മ അർത്ഥ കാമ മോക്ഷത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന ലക്ഷ്യത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല. അവരുടെ ധാരണ ഉണ്ട് ഉറങ്ങി ഒരായുസ് തീർക്കുക എന്നുള്ളതാണ് ജീവിതമെന്നാണ്. പക്ഷേ ഗുരു മനുഷ്യനെ ധർമ്മബോധമുള്ളവനാക്കി ജീവിതത്തെ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്ന ഒരു നിഷ്ഠയാണ് ഈ ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് എല്ലാ ആശ്രമങ്ങളിലും വെച്ചിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഗാർഹസ്ഥ്യ ധർമ്മം തന്നെയാണ്, ഗാർഹസ്ഥ്യ ആശ്രമം തന്നെയാണെന്ന് ഗുരു പറയുന്നു.